ബ്രേക്ക്ഫാസ്റ്റിനും എല്ലാ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനായിട്ട് ഹെൽത്തി ആയിട്ടുള്ള മൾട്ടിഗ്രെയിൻ പൊറോട്ട ഉള്ളിയൊക്കെ ചേർത്ത് എങ്ങനെ തയ്യാറാക്കുന്നതെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിന് സൈഡ് ഡിഷിന് കുട്ടികൾക്ക് കൊടുത്തു വിടുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ നമുക്ക് തൈരോ അച്ചാറിൻ്റെ കൂടെ കഴിക്കാവുന്നതുമാണ്. തയ്യാറാക്കാനായിട്ട് 2 കപ്പ് മൾട്ടിഗ്രെയിൻ ഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടീസ്പൂൺ ഫ്ലാക്സീഡ് പൗഡർ ചേർക്കുന്നുണ്ട്. ഫ്ലാക്സീഡ് നന്നായിട്ട് ചീനച്ചട്ടിയിൽ വറുത്ത് എള്ള് പൊട്ടുന്നത് പോലെ പൊട്ടും. അത് കഴിഞ്ഞിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. 1/2 ടീസ്പൂൺ ഹോമം, കൂടെ 2 ടീസ്പൂൺ വെള്ള എള്ള്, 1/2 ടീസ്പൂൺ വറുത്ത ജീരകപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, സ്വാദിനാവശ്യമുള്ള ഉപ്പ്. ഇതൊക്കെ അവരവരുടെ സ്വാദിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഇതിലേക്ക് 1/2 കപ്പ് നന്നായിട്ട് കൊത്തി എരിഞ്ഞ് സവോളയും 1/4 കപ്പ് മല്ലിയിലയും ചേർത്തിട്ടുണ്ട്. നല്ലോണം യോജിപ്പിച്ചെടുക്കുക. സവോളയിലുള്ള ശകലം വെള്ളമയം ഇറങ്ങി വരും. അത് ആ മാവിൽ നല്ലോണം പിടിച്ച് വരുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. ഇതിലേക്ക് 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ തൈര് നമുക്ക് ചേർക്കാം. പുളി ഒട്ടും ഇല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഇതിപ്പോൾ ഇച്ചിരി പുളിയുള്ള തൈരായതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. 2-3 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ല മയത്തിൽ കുഴച്ചെടുക്കുക. ഇതിൽ സവോളയും കൂടെ ഉള്ളത് കൊണ്ട് അതിൻ്റെ വെള്ളവും ഇറങ്ങും. അപ്പോൾ അതനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. ഇപ്പോൾ ഏകദേശം 3/4 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് മാവ് കുഴയ്ക്കാനായിട്ട്. ഇതൊരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം ചെറിയ ഉരുളകൾ, ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇപ്പം കയ്യിലെങ്ങാനും ശകലം ഒന്ന് ഒട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം പരത്താനായിട്ട് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പൊടി ശകലം തേച്ച് നമുക്ക് ഉരുട്ടാവുന്നതാണ്. ഒരു ശകലം അയവിലുണ്ടെങ്കിൽ നമുക്കത് പരത്തിയെടുത്തിട്ട് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. ഒരുപാട് കട്ടിക്ക് കുഴക്കുകയാണെങ്കിൽ അത് ഹാർഡായി പോവുകയും ചെയ്യും. ഇനി നമുക്ക് ഉരുട്ടി വച്ചിരിക്കുന്ന ഉരുളകൾ ഗോതമ്പ് പൊടിയിൽ ഇതുപോലെ പൊടി തൂവി പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പം നമ്മൾ സാധാരണ ചപ്പാത്തിയുടെ അത്ര കനം കുറച്ച് പരത്താൻ പറ്റത്തില്ല. അതിൽ ഉള്ളിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട്. എങ്കിലും ഒരുപാട് കട്ടിക്ക് പരത്തുകയും ചെയ്യരുത്. സാധാരണ രീതിയിൽ പരത്തുകയാണെങ്കിൽ ഇതുപോലെ പരത്തി ഒരു ചൂടുള്ള ചപ്പാത്തി കല്ല് ഒരു സൈഡ് വെന്ത് തിരിച്ചിട്ടതിന് ശേഷം വേണം അതിൽ നെയ്യോ എണ്ണയോ തേക്കാനായിട്ട്. അടുത്ത സൈഡ് ആ സമയത്ത് ഒന്ന് ചൂടായി കാണും. ആ സൈഡ് തിരിച്ചിട്ടിട്ട് മറു സൈഡിലും നമുക്ക് എണ്ണ തേക്കാവുന്നതാണ്. ഏത് പൊറോട്ട തയ്യാറാക്കണമെങ്കിലും ഈ രീതിയിൽ എണ്ണ തേക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. അപ്പോൾ അധികം എണ്ണ നമുക്ക് തേക്കേണ്ടി വരത്തുമില്ല, എന്നാൽ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഇതുപോലെ അമർത്തി വേവിച്ചെടുക്കാവുന്നതാണ്. ഇനിയും നല്ല ഷേപ്പുള്ള ചപ്പാത്തി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരത്തി വെച്ചതിൽ ഇതുപോലൊരു പാത്രം വെച്ച് ഷേപ്പ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ കറക്റ്റ് റൗണ്ട് ഷേപ്പിലുള്ള പൊറോട്ട നമുക്ക് തയ്യാറാക്കി എടുക്കാം. അല്ല സാധാരണ രീതിയിൽ മതി എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഇതുപോലത്തെ നമുക്ക് പരത്തിയെടുക്കുകയും ചെയ്യാം. ഇതുപോലെ അമർത്തി 2 സൈഡും നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ വേവിച്ചെടുക്കുക. വേവിച്ചെടുക്കുമ്പോൾ അത് മീഡിയം തീയിൽ വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. വലിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കുകയാണെങ്കിൽ അതിൽ കളറ് വരും, പക്ഷേ നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല. ഇതുപോലെ ബാക്കിയുള്ള പൊറോട്ടകളും വേവിച്ചെടുക്കുക. എണ്ണയ്ക്ക് പകരം നെയ്യാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നെയ്യ് തേച്ച് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഈ ചപ്പാത്തിയിൽ നമ്മൾ എരിവും എല്ലാം ചേർത്തിട്ടുള്ളത് കൊണ്ട് കുട്ടികൾക്ക് കൊടുത്തു വിടുകയാണെങ്കിൽ, ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടുകയാണെങ്കിൽ ഈ ചപ്പാത്തി മാത്രം കൊടുത്തു വിട്ടാൽ മതി. അതിന് തൊടാനായിട്ട് സൈഡ് ഡിഷിൻ്റെ ആവശ്യം വരത്തില്ല. അല്ല നമുക്ക് വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ തൈരോ ഒരച്ചാറും കൂടെ മതി. അല്ലാതെ കറികളുടെ ആവശ്യം വരുന്നുമില്ല. ഇപ്പം നമ്മൾ ഈ ചപ്പാത്തി തയ്യാറാക്കാനായിട്ട് മൾട്ടിഗ്രെയിനാണ് എടുത്തിരിക്കുന്നത്. കൂടെ ഫ്ലാക്സീഡും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ഈ പൊറോട്ട
ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.